ഇന്ന് നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഒരു പ്രോബ്ലമാണ് പഠിക്കാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ ലോഗരിതമിക് ആണ്. സോ ലോഗരിതമിക് ഫംഗ്ഷൻസിൻ്റെ ഇൻവേഴ്സ് കാണാൻ പറയുമ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഇത്, മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി. സോ പ്രോപ്പർട്ടി എന്താണ്? എൽ ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് നമ്മൾ എഴുതുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും, അതായത് ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. അതിനെയാണ് നമ്മൾ എഫ് ഡാഷ് ഓഫ് എസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആയിരിക്കും വരുന്നത്. സോ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ ഈ ഫംഗ്ഷനെ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. സോ എഫ് ഓഫ് എസ് ഈക്വൽ ടു ലോഗ് ഓഫ് എസ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2. ഇനി നമുക്ക് വേണ്ടത് എഫ് ഡാഷ് ഓഫ് എസ് ആണ്. സോ ഈ ഫംഗ്ഷനെ നമ്മളൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2, അതായത് റെസിപ്രോക്കൽ വരും. സോ എസ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 ഇൻറ്റു ചെയിൻ റൂൾ ആണ്, ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. സോ നെക്സ്റ്റ് ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് കാണേണ്ടത്. സോ അതിന് നമ്മൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യും, അതായത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ഡിനോമിനേറ്റർ. സോ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് പോകും, അല്ലെ? എസ് പ്ലസ് 2 ക്യാൻസൽ ചെയ്ത് പോകും. ന്യൂമറേറ്ററിൽ നമുക്ക് വരുന്നത് എസ് പ്ലസ് 2 മൈനസ് എസ് പ്ലസ് 3, അതായത് മൈനസ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എസ് പ്ലസ് 3 ഇൻറ്റു എസ് പ്ലസ് 2. സോ ഇതാണ് നമുക്ക് എഫ് ഡാഷ് ഓഫ് എസ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് വേണ്ടത് അതിൻ്റെ ഇൻവേഴ്സ് ആണ്. സോ നമ്മളിവിടെ ഇൻവേഴ്സ് ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ എഫ് ഡാഷ് ഓഫ് എസിനെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണം. സോ ഇവിടെ എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2. ഇനി എയും ബിയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഈ ഡിനോമിനേറ്റർ കൊണ്ട് നമ്മൾ മൊത്തം ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ എൽ എച്ച് എസിൽ നമുക്ക് -1 വരും. ആർ എച്ച് എസിൽ എ ബൈ എസ് പ്ലസ് 3നെ നമ്മൾ ഈ ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് പ്ലസ് 3 ക്യാൻസൽ ചെയ്ത് പോകും. സോ നമുക്ക് കിട്ടുന്നത് എസ് പ്ലസ് 2 ഇൻറ്റു എ പ്ലസ് അതേപോലെ ബീനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് പ്ലസ് 3 ഇൻറ്റു ബി. ഇനി എയും ബിയും കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എസിന് വാല്യൂസ് കൊടുക്കാൻ പോവാണ്. ആദ്യം എസ് ഈക്വൽ ടു -2 കൊടുക്കുകയാണ്. സോ എൽ എച്ച് എസിൽ -1 ഈക്വൽ ടു, ഇവിടെ ഈ ടേം 0 ആവും, ഇവിടെ -2 പ്ലസ് 3, അതായത് 1 വരും. സോ ബി ഈക്വൽ ടു -1 നമുക്ക് അവിടെ കിട്ടും. ഇനി എസിന് -3 കൊടുക്കുക. അപ്പോൾ ഇവിടെ എൽ എച്ച് എസിൽ -1 തന്നെ, ഇവിടെ ഈ ടേം 0 ആവും, ഇവിടെ -3 പ്ലസ് 2 -1. സോ -1 ഈക്വൽ ടു എ ഈക്വൽ ടു 1. ഈ കിട്ടിയിരിക്കുന്ന എയും ബിയും നമ്മൾ ഈ ഇക്വേഷനിൽ അടുത്ത സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. എയുടെ വാല്യൂ ബിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. രണ്ട് സൈഡിലും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ എടുക്കും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈ ഫോർമുല പ്രകാരം നമുക്ക് മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണെന്ന് മനസ്സിലായി. ഈക്വൽ ടു 1 ബൈ എസ് പ്ലസ് 3യുടെ ഇൻവേഴ്സ് സ്റ്റാൻഡേർഡ് ഫോമാണ്, അല്ല, അതായത് ഇ റേസ് ടു -3t മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2ൻ്റെ ഇൻവേഴ്സ് ഇ റേസ് ടു -2t. നമുക്ക് വേണ്ടത് എഫ് ഓഫ് ടി ആണ്, അല്ലേ? സോ എഫ് ഓഫ് ടി ഈക്വൽ ടു -tനെ നമ്മൾ ആർ എച്ച് എസിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇ റേസ് ടു -3t മൈനസ് ഇ റേസ് ടു -2t ഡിവൈഡഡ് ബൈ -t, which is equal to e raised to -2t minus e raised to -3t divided by t. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത്. സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പ്രോബ്ലം ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.